ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1161 മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫുൾ ബോയ് 10 പിന്നെ അരുൺ സണ്ണി 4673 എന്നിവർക്ക് ഞാൻ എൻ്റെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ കമന്റിൽ ലൈക്ക് ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടരുക, എന്നാലേ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. പിന്നെ ഞാൻ മുൻപൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കാഗുറാബച്ചി എന്ന് പറയുന്ന ഒരു മാങ്ക, അതിന്റെ ആനിമെ ഉടനെ ഉണ്ടാകും. ആനിമെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വമ്പൻ ഫാൻ ബേസ് തന്നെ ഉണ്ടാവാൻ പോകുന്ന ഒരു ഐറ്റമാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വൺ പീസ് ഫാൻസ് എല്ലാം അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വൺ പീസ് വീഡിയോസിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട്, അതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ അതിന് കിട്ടുന്ന വ്യൂസിന്റെ അത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇല്ല. സോ നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഉടനെ എനേബിൾ ചെയ്തിട്ടേക്കുക. സോ അപ്പൊ ഇനി ഒട്ടും തന്നെ സമയങ്ങളാ, നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സ്ട്രോ ഹാറ്റ്സ് ഒരു ക്ലോ മെഷീനിൽ നിന്ന് കുറെ ടോയ്സ് എടുക്കുന്ന ഒരു കളർ സ്പ്രെഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലൂഫിയുടെ കയ്യിൽ ഏസ്, സാബോ, ഷാങ്സ്, മാക്കിനോ, ഗാർപ്പ്, ഡാഡാൻ, വൈറ്റ് ബിയേഡിന്റെ ഒക്കെ ഷേപ്പിലുള്ള പ്ലഷി ടോയ്സ് ഉണ്ട്. ഹാൻകോക്ക്, ക്യാരറ്റിന്റെ ഒക്കെ ഷേപ്പിലുള്ള ടോയ്സ് അവന്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നത് നമുക്ക് കാണാം. ഇത്രയും കിട്ടിയിട്ടും അവനാണെങ്കിൽ നാമിയുടെ കയ്യിൽ നിന്ന് ചോപ്പറിന്റെ ഷേപ്പിലുള്ള ടോയ് തട്ടിപ്പറിക്കാൻ നോക്കുവാണ്. ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും ടോയ്സ് ഉണ്ട്. നാമിയുടെ കയ്യിലാണെങ്കിൽ ബെല്ലമേരസാന, നോജിക്കോ, പിന്നെ ആ പിൻവീല് തലയിൽ വെച്ച പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടേത്, പിന്നെ വിവിയുടെ ഒക്കെ ടോയ്സ് ഉണ്ട്. സാഞ്ചി ഫുള്ള് ഗേൾ ടോയ്സ് നോക്കി തൂക്കിയിരിക്കുകയാണ്. പെറോണ, പുഡിംഗ് ഒക്കെ കയ്യിലുണ്ട്. സോറോ ആണെങ്കിൽ ഷിരാഹോഷിയുടെ ഒരു ജയന്റ് പ്ലഷിയിൽ ഇങ്ങനെ ചാരി കിടന്ന് ഉറങ്ങുകയാണ്. തൊട്ടടുത്ത് മിഹ്വാക്കിന്റെ ഒരു ടോയ് കിടക്കുന്ന കാണാം. ചോപ്പർ ആണെങ്കിൽ ആ ക്ലോ മെഷീനിൽ ട്രാപ്പായി കിടന്ന് കരയാണ്. അതിന്റെ അടുത്ത് തന്നെ റോബിൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ക്ലോ മെഷീനിൽ ഇടാനുള്ള പൈസ തികയാതിരിക്കുന്ന ഫ്രാങ്കി, ഇങ്ങനെ കുറെ ഫണ്ണി കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ കളർ സ്പ്രെഡിലുള്ളത്. ഇനിയപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. പലവിധ ലക്ഷ്യങ്ങളുമായിട്ട് ഒരുപാട് പേര് ഗോഡ് വാലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പലരുടെയും വിധി മാറി മറിയുന്നതും ഒരുമിച്ച് ബന്ധപ്പെടുന്നതും ഇവിടെ വച്ചാണ്. ആർക്കും തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത പേടി സ്വപ്നമായ ഒരു യുദ്ധഭൂമിയായി ഗോഡ് വാലി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നറേറ്ററുടെ ഒരു നോട്ടോട് കൂടിയാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവാക്യുവേഷനായിട്ട് തന്നിട്ടുള്ള വഴി കൂടെ രക്ഷപ്പെടാനായിട്ട് മറീൻസ് സെലസ്റ്റിയൽ ഡ്രാഗൺസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നാറി പറയുന്നുണ്ട്, ഈ ഗെയിമിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്രൈസ് ഉണ്ട്, അത് കിട്ടാതെ എങ്ങനെയാണ് പോകുന്നതെന്ന്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തിപ്പോൾ അത് റിക്കവർ ചെയ്തോളാം എന്ന് മറീൻസ് പറയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി നീയൊക്കെ എന്തായാലും ഏറ്റെടുക്കേണ്ടി വരും. ഞങ്ങളെ ഇത്രയും കഷ്ടപ്പാടിലൂടെ ഒക്കെ കൊണ്ടുപോകുന്നതിന് നിന്നെയൊക്കെ ഞങ്ങൾ അനുഭവിപ്പിക്കുമെന്ന് ഇപ്പൊ ഈ ചെറ്റകൾ മറീൻസിനോട് പറയുന്നുണ്ട്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നത് നമുക്ക് വീണ് കിട്ടിയ ഒരു ചാൻസ് ആണ്. ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഷിപ്പിൽ കയറി രക്ഷപ്പെടാമെന്ന് ഗോഡ് വാലിയിലെ ചില ജനങ്ങൾ പ്ലാൻ ഇടുന്നുണ്ട്. റോജർ ആണെങ്കിൽ ഇപ്പോൾ ഷാക്കി എവിടെ ആയിരിക്കും, അവള് സേഫ് ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. റോക്സ് ആണെങ്കിൽ ഇപ്പോൾ എറിസ്, ടീച്ച്, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഓടുന്നത്. റോക്സിന്റെ വൈഫിന്റെ പേരാണ് എറിസ്. ഗാർപ്പ് ആണെങ്കിൽ റോജറെ നീ എവിടെടാന്ന് ചോദിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഷാങ്സിനെ ഷാംറോക്കിനെ എടുത്തോണ്ട് ഓടുന്ന ഡ്രാഗണിനെ ഇപ്പൊ നമുക്ക് കാണാം. ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് മറീൻ ഷിപ്സ് കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് ഡ്രാഗൺ ഇങ്ങനെ ഓടുകയാണ്. മുന്നിൽ കുറെ പൈറേറ്റ്സിനെ കാണുമ്പോൾ ആ വഴിയല്ല എന്ന് മനസ്സിലായിട്ട് ഡ്രാഗൺ വേറെ വഴി പോകുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട ഗോഡ് നൈറ്റ്സിലുള്ള കില്ലിംഗ്ഹാമിനെ പോലെ ഇരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവര് ഡ്രാഗണിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന മറീൻ സോൾജിയറിനെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് അവൾ ഡെൻഡൻ മുഷി കൂടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ പെസിഫിസ്റ്റാസ് ഒക്കെ ചെയ്യുന്നത് പോലെ വായിന്നൊരു ലേസർ ബീം ഡ്രാഗണിന് നേരെ അങ്ങ് വിടുകയാണ്. അത് പുള്ളിയുടെ തോളിന്റെ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവനെ ഞാൻ അടിച്ചിട്ടു എന്ന് അവൾ ഡെൻഡൻ മുഷി കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവളെ ഈ വിളിച്ച ആള് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാഫി, നീ ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഗാർലിംഗ് ഇപ്പൊ എന്നെ കൊന്നേനെ. ഇപ്പൊ ആ മറിഞ്ഞു വീണ ഡ്രാഗണിന്റെ കയ്യിൽ നിന്ന് ഷാംറോക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അവനെ കയ്യിലെടുത്തിട്ട് ഈ പെണ്ണ് പറയുന്നുണ്ട്, അപ്പൊ ഗാർലിംഗിന് ശരിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലേ. അതേപോലെ അവൾ ഡ്രാഗണിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നൊക്കെ വെച്ചാൽ നീ ഭയങ്കര വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണല്ലോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഗോഡ്സ് നൈറ്റ് ആണ് സാച്ചൽസ് ഫാമിലിയിലുള്ള സെയിന്റ് മാഫി. ഇപ്പോൾ ആൾക്കാരെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്ന ഇങ്ങനെ ഒരു വൃത്തികെട്ട ഗെയിമിൽ കൂട്ടാളിയായി എന്നുള്ള ഒരു പാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ കണ്ട ഒരു വഴിയായിരുന്നു ഈ കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് അവരെ കൊണ്ടുപോകരുത്, വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ ഡ്രാഗൺ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നുണ്ട്. മാഫി ആണെങ്കിൽ ഇപ്പൊ ഡ്രാഗണിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പുള്ളിയെ തീർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഡ്രാഗൺ ആണെങ്കിലും മരണം മുന്നിൽ കണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പുള്ളി ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എത്ര ആൾക്കാർ മരിച്ചു വീണു. സോ ഇതായിരിക്കും, ഇങ്ങനെ ഒരു മരണമായിരിക്കും ഞാൻ ഡിസർവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വഴിന്ന് മാറി ഈകടി എന്ന് പറഞ്ഞുകൊണ്ട് മാഫിയെയും അവളുടെ അടുത്ത് നിൽക്കുന്ന കുറച്ച് മരങ്ങളെയൊക്കെ 2 തുണ്ടമായിട്ട് വെട്ടി മുറിച്ചിട്ടുണ്ടാരോ. ഇപ്പൊ അത് ആരാണ് ചെയ്തതെന്ന് നമ്മൾ നോക്കുമ്പോൾ വൈറ്റ് ബിയർഡ് ആണ്. പുള്ളിയുടെ അടുത്ത് തന്നെ ലില്ലിനും നിപ്പുണ്ട്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ എയിം ചെയ്തല്ല വെട്ടിയത്, ഇവിടെ കുറെ പൈറേറ്റ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെയാണ് ഞാൻ വെട്ടാൻ ശ്രമിച്ചതെന്ന്. ബിഗ് മോം ആണെങ്കിൽ ഇത് സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ മുടിഞ്ഞ വഴക്കാണ്. ബിഗ് മോം പറയുന്നുണ്ട്, എടാ കള്ള
കള്ള, നീ എന്നെ വെട്ടാൻ വേണ്ടി തന്നെയാണ് നോക്കിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാടാ, നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാകെ വിഷയം. ഇപ്പൊ ഇവിടെ താഴെ ഇരിക്കുന്ന ഡ്രാഗൺ ആണെങ്കിൽ ഈ ബിഗ് മോമിന്റെയും വൈറ്റ് ബിയർഡിന്റെയും സൈസ് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് എന്ത് വലിയ പൈറേറ്റ്സ് ആണെന്നൊക്കെ ചോദിച്ചോണ്ട്. നീ എന്നെ കൊല്ലാൻ നോക്കുമായിരുന്നു അല്ലടാ ന്യൂ ഗേറ്റ് എന്ന് ചോദിച്ചോണ്ട് ഷിക്കി ഇപ്പൊ അങ്ങോട്ട് ഓടി വരുന്നത് കാണാം. ഇവിടെ സംഭവങ്ങളൊക്കെ ഡിഫറെന്റ് ആണല്ലോ, നിങ്ങൾ പറഞ്ഞ പോലൊന്നും അല്ലല്ലോ ലിൻലിൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൈഡോയും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കുന്ന വേറെ കുറെ പൈറേറ്റ്സ് ആണെങ്കിൽ ഈ റോക്സ് പൈറേറ്റ്സിനെ അടിച്ചാൽ നമുക്ക് ഫേമസ് ആവാമെന്ന് പറഞ്ഞ് ഇവരെ ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ നാറികളെല്ലാം ഷാക്കിയെ രക്ഷിക്കാൻ വന്നതാണോ എന്ന് ഇപ്പൊ ഷിക്കി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ വൈറ്റ് ബിയർഡും ലിൻലിനും കൈഡോയും ഷിക്കിയും കൂടെ വീട്ടിലെങ്ങാനും പോയി കിടക്കട നെത്തോലികളെന്നും പറഞ്ഞുകൊണ്ട് ഈ വന്ന പൈറേറ്റ്സിനെ എല്ലാം അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. പൈറേറ്റ്സ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ എയറിൽ പറക്കുകയാണ്. മാഫിയ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ഐലൻഡിൽ ഇത് എന്ത് കോപ്പായി നടക്കുന്നതെന്ന്. അവളുടെ കയ്യിൽ ഇപ്പോഴും ഷാംറോക്ക് ഇരിപ്പുണ്ട്. മേ ബി അവളുടെ ബോഡി ഈ ടൈം കൊണ്ട് തന്നെ റീജനറേറ്റ് ആയിട്ടുണ്ടാകാം. എനിക്ക് വേണേൽ ഇപ്പൊ രക്ഷപ്പെടാം, പക്ഷെ കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടമായല്ലോ എന്നും പറഞ്ഞ് ഡ്രാഗൺ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ തറയിൽ ബോധം കെട്ട് കുഞ്ഞ് ഷാങ്സ് കിടക്കുന്നത് കാണാം. തലയിൽ ഇങ്ങനെ ചെറിയൊരു മുഴയൊക്കെ ഉണ്ട്. ഡ്രാഗൺ വീണപ്പോ ഡ്രാഗണിന്റെ മറവിലേക്കാണ് ഷാങ്സ് വീണത്. അതുകൊണ്ട് മാഫി ഷാങ്സിനെ കണ്ടില്ല. അതുമല്ല 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് മാഫിക്ക് അറിയത്തില്ലെന്നും തോന്നുന്നു. കാര്യം ആദ്യം മെൻഷൻ ചെയ്തപ്പോഴും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയവൻ എന്നാണ് പറഞ്ഞത്. എനിവേ ഇങ്ങനെയാണ് നമ്മുടെ ഷാങ്സും ഷാംറോക്കും സെപ്പറേറ്റ് ആവുന്നത്. ഗാർപ്പ് ഇപ്പൊ ഇങ്ങനെ ഓടി വരുമ്പോ ദൂരെയായിട്ടൊരു പൊട്ടിത്തെറി കാണുകയാണ്. അതായത് ഈ വൈറ്റ് ബിയർഡും ടീമും നിൽക്കുന്നിടത്ത്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഗാർപ്പ് ആണെങ്കിൽ അവിടെ കുറെ മെയിൻ പൈറേറ്റ്സ് ഉണ്ടെന്നാ തോന്നുന്നത്. കൊമ്പൻ സ്രാവുകളെ പിടിക്കാനുള്ള ഒരു ഏരിയ തന്നെ സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫിസ്റ്റ് വെച്ചിട്ട് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കീഴടങ്ങുന്നതാടാ നാറികളെ, നിനക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഗാർപ്പ് ഇപ്പൊ ഇവരിരിക്കുന്ന ആ ഗ്രൗണ്ട് ഇടിച്ചു പൊളിക്കുന്നുണ്ട്. അത് ഗാർപ്പാണ്, ഓടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവരെല്ലാം ചെതറി ഓടുന്നത് കാണാം. നമ്മൾ ഇയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ലെന്ന് ഇപ്പൊ കൈഡോ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നീ മറന്നേരെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സീസിനെയും പ്രോമിത്യൂസിനെയും വെച്ചിട്ട് ബിഗ് മോം ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഗാർപ്പിന് നേരെ ഈ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ഡ്രാഗൺ അവിടെ ഇരുന്നിട്ട് അച്ചാന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോ ബിഗ് മോമിന്റെ ആ ഹെവൻസ് ഫയർ ലൈറ്റനിങ് എന്ന് പറയുന്ന അറ്റാക്ക് ഗാർപ്പിനെ വന്ന് അടിക്കുകയാണ്. വലിയൊരു ബ്ലാസ്റ്റ് തന്നെയാണ്. മറീൻസ് ഒക്കെ ആണെങ്കിൽ വൈസ് അഡ്മിറൽ ഗാർപ്പ് അലറി വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വലിയ പൊട്ടിത്തെറി കണ്ടുകൊണ്ട് കൂമയും ഇവാൻഗോവും ഒക്കെ അവിടെ നിപ്പുണ്ട്. ഇവാൻഗോ ഇപ്പൊ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇത് ആരാണ് ഇത് ചെയ്യുന്നത്? എന്തായാലും ഇതാണ് നമ്മുടെ രക്ഷപ്പെടാനുള്ള ചാൻസ്. കൂമ, ഇപ്പൊ ആ ബിഗ് മോമിന്റെ അറ്റാക്ക് അത്രയും വലിയൊരു ബ്ലാസ്റ്റ് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഗാർപ്പ് അവിടെ പുല്ല് പോലെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. പുള്ളിയെ കാണാനാണെങ്കിൽ ഇപ്പൊ ഒരു ഡീമണിനെ പോലുണ്ട്. അങ്ങേരെ എന്നിട്ട് ബിഗ് മോമിനെ കളിയാക്കുകയാണ്. ഒരു ഇറച്ചി ചൂടാനുള്ള അത്ര പവർ പോലും ഇല്ലല്ലോടി നിന്റെ അറ്റാക്കിനെന്ന്. ബിഗ് മോം ആണെങ്കിൽ ഇത് കണ്ടിട്ട് നാശം എന്നവിടെ നിന്ന് പറയുന്നുണ്ട്. മാഫി ആണെങ്കിൽ ഇപ്പൊ ആ ഡെൻഡൻ മുഷി കൂടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ആ കിഡ്നാപ്പർ ചത്തെന്നാ തോന്നുന്നത്. കുഞ്ഞെന്തായാലും എന്റെ കയ്യിലുണ്ട്, ഇതിനെ ഞാനങ്ങ് കൊണ്ടുവന്നാ പോരെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഇപ്പൊ അപ്പുറത്ത് സംസാരിക്കുന്നവൻ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് മാഫി, ഗാർലിംഗ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നീ പെട്ടെന്ന് കുഞ്ഞുമായിട്ട് ഇവിടെ വാ. ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ ഷാങ്സിനെ എടുത്തോണ്ട് ഓടുകയാണ്. അവൻ പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്കുക, നിന്റെ സഹോദരനെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, നിന്നെ സേഫ് ആക്കാനെങ്കിലും എന്നെ കൊണ്ട് സാധിച്ചല്ലോ. ഇപ്പൊ ആ മാൻമേയർ ഫാമിലിയിലെ ഗോഡ് നൈറ്റ് പെണ്ണുണ്ടല്ലോ, അവളാണെങ്കിൽ ആ തോക്കും കൊണ്ട് നിന്നിട്ട് ഈ ബഹളത്തിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്ന സിറ്റിസൺസിനെയും പിന്നെ പൈറേറ്റ്സിനെയും ഒക്കെ വെടിവെച്ചിടുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഷാക്കിയെ തിരിച്ചു കൊണ്ടുപോകാൻ പോവാണെന്നും പറഞ്ഞ് റോജർ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കാണാം. മറീൻസ് ആണെങ്കിൽ പറയുന്നുണ്ട്, അത് റോജറാണ്, ഈ സ്ഥലം ഏതു വിധേനയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, ഇവിടുത്തെ നിധികളൊന്നും നമ്മൾ ഇപ്പോഴും ഇവിടുന്ന് മാറ്റിയിട്ടില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് ആ ഡെവിൾ ഫ്രൂട്ട്സ് ഇരിക്കുന്ന ചെസ്റ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് റോജർ വരുന്നു, ഒരു സൈഡിൽ നിന്ന് റോക്സ് വരുന്നു. വേറെ ഒരു വഴിയിൽ കൂടെ ഇവര് സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോക്സ് പൈറേറ്റ്സ് വരുന്നേന്നൊക്കെ പറഞ്ഞ് മറീൻസ് അവിടെ കിടന്ന് ആകെ ബഹളം വെക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാം. ഗെൻസുയും ഗ്ലോറിയോസയും ക്യോവും ഷിക്കിയും ക്യാപ്റ്റൻ ജോണും ഒക്കെ വരുന്നത് നമുക്കിപ്പോ കാണാം. ക്യാപ്റ്റൻ കിഡിന്റെ കൈ പോലെ തന്നെ ഉണ്ടല്ലോ ക്യാപ്റ്റൻ ജോണിന്റെ കൈയും. അപ്പോൾ ഈ ജിക്കി നോമിയുടെ ആദ്യത്തെ യൂസർ ക്യാപ്റ്റൻ ജോൺ ആയിരുന്നു. അതേപോലെ ഇവര് തമ്മിൽ ഇനി എന്തെങ്കിലും ബന്ധം, കുറെ കാര്യങ്ങൾ റിവീൽ ആവാനായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പൊ ഈ പാനലിലേക്ക് വരാം. ക്യോ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനായിരിക്കും ഫസ്റ്റ് പോയി ഷാക്കിയെ സേവ് ചെയ്യാൻ പോകുന്നതെന്ന്. അല്ല, ഞാൻ പോയി രക്ഷിക്കുമെന്ന് ഇപ്പൊ ഷിക്കി പറയുന്നുണ്ട്. ഷിക്കിയുടെ മുഖമൊക്കെ ആണെങ്കിൽ ക്യോ ഇങ്ങനെ തള്ളി പിടിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ ജോൺ ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ഷാക്കി നിന്നെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഇതേ എത്തിയെന്ന്. നമ്മളിപ്പോ സോമേഴ്സിനെ കാണിക്കുന്നുണ്ട്. സോമേഴ്സ് അവിടെ ഇരിക്കുന്ന മറീൻസിനോട് പറയുന്നുണ്ട്, പോയി അവന്മാരെയൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഷാക്കുയാക്കുവിനെ നിങ്ങൾ ഇവിടുന്ന് മാറ്റിയല്ലോ അല്ലേ? ഇപ്പൊ ഇത് കേട്ടിട്ട് മറീൻസ് ആണെങ്കിൽ അവിടെ നിന്ന് ആകെ ഒന്ന് പരുങ്ങുന്നുണ്ട്. സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷാക്കി ആണെങ്കിൽ അവർക്ക് നേരെ വന്ന മറീൻസിനെയൊക്കെ അടിച്ച് റൊട്ടിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. സോമേഴ്സ് ആണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ആശ്ചര്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊരു കോമഡിയാടാ ഇത്, വിലങ്ങിട്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ടാണോ നീയൊക്കെ ഇവിടെ കിടക്കുന്നത്? പൈറേറ്റ്സ് ഇപ്പൊ ഈ ഐലൻഡിൽ വമ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരിക്കുമല്ലോ അല്ലേന്ന് ഇപ്പൊ ഷാക്കി സോമേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അവളുടെ ഈ കോൺഫിഡന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴത്തേക്ക്
സോമേഴ്സിനാകെ ചൊറിഞ്ഞു കയറും. നിന്റെ വെർത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള നിന്റെ ഈ അഹങ്കാരത്തോടുള്ള സംസാരം കാണാൻ ഒട്ടും ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് സോമേഴ്സ് ഷാക്കിയുടെ ചെകിട്ടത്തൊരു അടി അടിക്കുകയാണ്. ഷാക്കി ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ കാല് വെച്ച് സോമേഴ്സിന് ഒരു ഒറ്റ കിക്ക് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ അവനങ്ങ് അരച്ചെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ സോമേഴ്സ് അവളുടെ ആ കാല് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ ആ മുള്ളുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തൊരു വടി വെച്ചൊരു അടി അടിക്കുന്നുണ്ട്. ആ അടി കൊണ്ടിട്ട് ഇഞ്ചുവേർഡ് ആയിട്ട് ഷാക്കി അങ്ങ് താഴെ വീഴുകയാണ്. സോമേഴ്സ് ഇപ്പൊ ഷാക്കിയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാടി, നിന്നെ കൊണ്ടുപോകാനായിട്ട് ഡസൻ കണക്കിന് പൈറേറ്റ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നീ ഭയങ്കര പോപ്പുലർ ആണല്ലോ. അവന്മാരെല്ലാം കൂടെ വന്ന് ഇവിടുത്തെ ടൂർണമെന്റ് അലമ്പാക്കി. ഇവിടുന്ന് നീ സർവൈവ് ചെയ്താലും ഒടുക്കം നീ ഗാർലിങ്ങിന്റെ സ്വന്തം ആവാനാ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഇവിടെ വെച്ച് നിന്നെ ഞാൻ കൊല്ലുന്നതാ നല്ലത്. അതാവുമ്പോ നിന്നെ ആർക്കും കിട്ടില്ലല്ലോ. അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആയിരിക്കും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നവന്മാരെല്ലാം ഞാൻ വെട്ടി കണ്ടം തുണ്ടമാക്കി ഇട്ടിരിക്കുന്ന നിന്റെ ശവശരീരം കണ്ടിട്ട് എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും ഇടാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് ഇപ്പൊ സോമേഴ്സ് ഷാക്കിയോട് പറയുന്നു. റോജറും വൈറ്റ് ബിയേർഡും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് കാണാം. ഇപ്പൊ അതിന്റെ ആ പവറിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പൈറേറ്റ്സ് ഒക്കെ തെറിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഇതിന്റെ ഇടയിലും അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഷാക്കി നിന്നെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നൊക്കെ. ഷിക്കി ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഷാക്കി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിക്കാം, ഇപ്പൊ ഞാൻ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പൈറേറ്റ്സ് എല്ലാം അങ്ങോട്ടേക്ക് ഓടുകയാണ്. റോജറിനാണെങ്കിൽ ഇപ്പൊ ഫൈറ്റിനിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ പണി നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് റോജർ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട പാടെ വാളും കൊണ്ട് നമ്മുടെ റെയിലി ജമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പൊ അവിടെ വീണ് കിടക്കുന്ന ഷാക്കിയെടുത്ത് സോമേഴ്സ് പറയുന്നുണ്ട്, നീ ആ പൈറേറ്റ്സിന്റെ ബഹളം കേൾക്കുന്നില്ലേ, അവര് നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്, പക്ഷെ അവര് സമയത്തിന് ഇവിടെ എത്താൻ പോകുന്നില്ല. ഒരു മറീൻ ഇപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, സെയിന്റ് സോമേഴ്സ്, സെയിന്റ് ഗാർലിംഗ് നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചുമ്മാതിരിക്കില്ല. സോമേഴ്സ് ഇപ്പൊ ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്, നാവടക്കടാ, ഗാർലിംഗ് ഒന്നും അറിയാൻ പോകുന്നില്ല, ഇവളിവിടെ ഒരു ആക്സിഡന്റിൽ മരിച്ചു, അത്രേ ഉള്ളൂ, നീ വാ തുറക്കാതിരുന്നാ മതി. സോമേഴ്സ് എന്നിട്ട് വീണ്ടും ഷാക്കിയെ നോക്കി പറയുകയാണ്, അവളുടെ മുഖം നോക്കിക്കേ. അങ്ങനെ അവസാനം അവളുടെ മുഖത്തെ ആ പ്രതീക്ഷ പതുക്കെ മായാൻ തുടങ്ങി. പെട്ടെന്നൊരു രാജകുമാരൻ ചാടി വന്ന് നിന്നെ രക്ഷിക്കാൻ. നമ്മളിപ്പോ ഉള്ളത് ഒരു അമർചിത്ര കഥയിലൊന്നും അല്ല മോളെ. നിന്നെ രക്ഷിക്കാനായിട്ട് ആര് വന്നാലും അവനെ ഞാൻ കൊല്ലും. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നേ, അതെപ്പോഴും ഭയങ്കര ക്രൂരമായിരിക്കും. ഒരൊറ്റ അടി അടിച്ച് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നില്ല, 5 അടി ഞാൻ അടിക്കും. എന്റെ ഓരോ അടിയിലും ജീവിതത്തിൽ എന്നും നിന്റെ ഒപ്പം സപ്പോർട്ടിന് ആൾക്കാരുണ്ടാവും എന്നുള്ള മണ്ടൻ ചിന്തയിൽ ഇത്രയും നാൾ ജീവിച്ചതോർത്ത് നീ വിഷമിച്ച് ചോരയിൽ കുളിച്ച് കിടന്ന് ചാവും. ഇപ്പൊ ഇങ്ങനെ നിർത്താതെ കൊണച്ചോണ്ടിരിക്കുന്ന സോമേഴ്സ് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു അശരീരി കേൾക്കുന്നു. അതായത് അണ്ടർവേൾഡിലേക്ക്, റിലം ഓഫ് ഡെഡിലേക്ക് ഞാൻ നിനക്കൊരു ടിക്കറ്റ് ഓഫർ ചെയ്യട്ടാടാ മോനെ എന്ന്. അതേ ഗൈസ്, റെയിലി ഒരു കിടിലിന് എൻട്രി നടത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഹിഗൻ ബാന എന്ന് പറഞ്ഞൊരു അറ്റാക്ക്, ഒരൊറ്റ സ്ലാഷ്, സോമേഴ്സ് ഫ്ലാറ്റ്. അതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് റെഡ് സ്പൈഡർ ലില്ലി എന്നാണ്. റെയിലി ഇപ്പൊ വാള് തിരിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, ഷാക്കി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, നിന്നെ വന്ന് കൊണ്ടുപോകാൻ നീ എനിക്കൊരു കത്ത് എഴുതിയിരുന്നില്ലേ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഇപ്പൊ ഷാക്കി ആണെങ്കിൽ അവിടെ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. അവള് റെയിലിയുടെ ദേഹത്തേക്ക് വീണോണ്ട് ചോദിക്കുകയാണ്, റൈസ നിങ്ങൾ എന്താ ഇത്ര താമസിച്ചേ, നിങ്ങൾ ഭയങ്കര സ്ലോ ആണെന്ന്. റെയിലി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നീ കുറെ സഹിച്ചല്ലേ, നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി എന്നും പറഞ്ഞ് ഷാക്കി ഇപ്പൊ കരയുന്നുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് റെയിലി അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. റോജറും ഗബാനും കൂടി ഇപ്പൊ അപ്പുറത്ത് നിന്നിട്ട് നിന്റെയൊക്കെ റൊമാൻസ് പിന്നെ മതി എന്നും പറഞ്ഞ് കിടന്ന് അവിടെ കിടന്ന് അലറുന്നുണ്ട്. പാവങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ആയി പോയി. റോജർ ഇപ്പൊ ക്രൂമേറ്റ്സിനോട് വിളിച്ചു പറയുന്നുണ്ട്, ഗൈസ് ഷാക്കിയെ നമ്മൾ വീണ്ടെടുത്തു, ഇനി ഇവിടുത്തെ ബാക്കി ട്രഷേഴ്സും അടിച്ചു മാറ്റി നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം സ്ഥലം വിടാവുന്ന. ഇത് കേട്ട് അവരെല്ലാം ഇങ്ങനെ ചാർജ് ആയി നിൽക്കുന്നിടത്താണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ നല്ല രസമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഇന്നത്തെ ചാപ്റ്റർ എന്തായാലും നമ്മുടെ ഗാർപ്പും റെയിലിയും തൂക്കി. അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല, സോ അപ്പോൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ കിട്ടുന്നതായിരിക്കും. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.